നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി വിപുലീകരിക്കാൻ LDF. മുന്നണി വിപുലീകരണത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കൺവീനർ ടി.പി. രാമകൃഷ്ണൻ 24നോട് പറഞ്ഞു. PV അൻവറിന് മുന്നിൽ LDFന്റെ വാതിലുകൾ അടഞ്ഞു തന്നെ കിടക്കുമെന്നും ടി.പി. രാമകൃഷ്ണൻ വ്യക്തമാക്കി. മൂന്നാമതും ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന CPM ജനകീയ അടിത്തറ വികസിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് മുന്നണി വിപുലീകരണത്തിന് ശ്രമിക്കുന്നത്. ഞങ്ങളെല്ലാ വ്യക്തികളെയും പാർട്ടികളെയും എല്ലാം യോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ വിപുലീകരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടി അനുസരിക്കാൻ അംഗീകരിക്കാൻ തയ്യാറാകുന്ന ആർക്കും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗം വ്യക്തികൾക്കാവാം, പ്രസ്ഥാനങ്ങൾക്കാകാം, സംഘടനകൾക്കാകാം, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ഇതിനകത്ത് എടുക്കാൻ കഴിയും. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിപുലീകരണം ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നമാണ്. ആ വിപുലീകരണത്തിന് വേണ്ടി സാധ്യമായ നടപടികളെല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നത്. മുന്നണി വിപുലീകരണത്തിൽ ശ്രമിക്കുമ്പോഴും PV അൻവറിനെ വേണ്ട എന്നാണ് LDF തീരുമാനം. PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായമാണ്. അദ്ദേഹത്തെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതല്ല, അദ്ദേഹം മുന്നണി വിട്ടുപോയതാണ്. ആ നിലപാട് അദ്ദേഹം തുടരുന്നു. ആ നിലപാട് അദ്ദേഹം തുടരുന്നത് കൊണ്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടേണ്ടതില്ല എന്ന് മുന്നണി തീരുമാനിച്ചു. മുന്നണി വിപുലീകരിക്കണമെന്ന കൺവീനറുടെ പ്രതികരണത്തോട് കേരള കോൺഗ്രസ് M യോജിച്ചു. നമുക്ക് നമ്മുടെ നിലപാടിനോടും നമ്മുടെ നയമായിട്ടുള്ള പരിപാടികളോടും യോജിച്ച് പോകുന്നവര് ഇടതുപക്ഷത്തേക്ക് ഞങ്ങളുടെ വാതിൽ തുറന്നതാണ്. മനസ്സിലായില്ല. ഇപ്പോഴും കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് വളരെയധികം നേതാക്കന്മാർ പ്രാദേശികമായി മറ്റു മുന്നണികളോട് വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസവും വന്നു. മുന്നണി വികസിപ്പിക്കാൻ താല്പര്യം പ്രകടമാക്കുമ്പോഴും ആരെ കൂടെ കിട്ടുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തിൽ നടക്കുന്ന തർക്കത്തിലാണ് നേരിയ പ്രതീക്ഷ. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.